നമസ്കാരം. പാതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം നിഷേധിച്ച് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. താൻ പണം വാങ്ങിയെന്നൊരു മൊഴി അനന്തു നൽകിയിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. അനന്തു കൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിനെതിരെയും മാത്യു കുഴൽനാടൻ തുറന്നടിച്ചു. അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിക്കുകയാണ് എന്നും ഒരൊറ്റ പൈസ പോലും താൻ വാങ്ങിയിട്ടില്ല എന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഞാൻ 7 ലക്ഷം രൂപ വാങ്ങിച്ചുവെന്ന് തെളിയിക്കേണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമ ദൃഷ്ട്യാ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ട് എന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ടർ ആ മൊഴി കണ്ടു എന്നാണ് ആ ചാനൽ പറയുന്നത്. എന്താണ് നിങ്ങളുടെ വിശ്വാസ്യതയെന്നും കുഴൽനാടൻ ചോദിക്കുന്നു. അനന്തു കൃഷ്ണനിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. ഈ സമയം വരെ തന്റെ പേര് മൊഴിയിലില്ല എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഒരടിസ്ഥാനവും ഇല്ലാതെയാണ് തനിക്കെതിരെയുള്ള വാർത്ത എന്നും അദ്ദേഹം പ്രതികരിച്ചു. കൈരളി പോലും നൽകാത്ത വാർത്തയാണ് റിപ്പോർട്ടർ നൽകുന്നത് എന്നും മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ ചാനൽ തനിക്കെതിരെ തെറ്റായ വാർത്ത നൽകിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. 7 ലക്ഷം രൂപ മാത്യു കുഴൽനാടന് നൽകിയെന്ന് അനന്തു കൃഷ്ണൻ മൊഴി നൽകിയെന്ന റിപ്പോർട്ടർ ചാനലിലെ പരാമർശത്തിലാണ് മാത്യു കുഴൽനാടൻ തുറന്നടിച്ചത്. കൈരളി TV നിങ്ങളെക്കാൾ ഭേദമാണ് എന്നും അവരവരുടെ നയം വിട്ട് പെരുമാറില്ല എന്നും നിങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായി എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി നിങ്ങൾ കാണിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകും. സ്ഥാപിത രാഷ്ട്രീയം വെച്ചാണ് റിപ്പോർട്ടർ ചാനൽ ഇടപെടുന്നത്. തനിക്കെതിരെ അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും തകർക്കാൻ എന്ത് അധികാരമാണ് റിപ്പോർട്ടർ ചാനലിനുള്ളത് എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. മാധ്യമപ്രവർത്തകന്റെ മേലങ്കിയണിഞ്ഞല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. തെളിവിന്റെ ഒരംശമെങ്കിലും പുറത്തുവിടാൻ റിപ്പോർട്ടർ ചാനലിനെ താൻ വെല്ലുവിളിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ പണം വാങ്ങിയാണ് വാർത്തകൾ ചെയ്യുന്നത് എന്ന് സംശയിക്കുന്നുവെന്നും അവർ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. പാതി വില തട്ടിപ്പിന്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ എങ്ങോട്ടാണ് ആരോപണം പോകുന്നത് എന്ന് വ്യക്തമാകുമെന്നും അങ്ങനെയിരിക്കെ തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. പാതി വില തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. എറണാകുളം ജില്ലയിലെ ഒരു MLA 7 ലക്ഷം രൂപ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന് 45 ലക്ഷം രൂപ, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന് 25 ലക്ഷം രൂപ, കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന് 10 ലക്ഷം രൂപ എന്നിങ്ങനെ കൈമാറിയെന്നാണ് അനന്തു കൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി. എറണാകുളം ജില്ലയിലെ ഒരു MLA 7 ലക്ഷം രൂപ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന് 45 ലക്ഷം രൂപ, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന് 25 ലക്ഷം രൂപ, കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന് 10 ലക്ഷം രൂപ എന്നിങ്ങനെ കൈമാറിയെന്നാണ് അനന്തു കൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയത് എന്നാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വിവരം. മൂവാറ്റുപുഴയിലെ യുവ കോൺഗ്രസ് നേതാവിന് 5 ലക്ഷം രൂപ കൈവായ്പയായി നൽകിയെന്നും മൊഴിയിലുണ്ട്. ഇന്നലെ നടന്ന തെളിവെടുപ്പിന് ശേഷമായിരുന്നു അനന്തു കൃഷ്ണൻ പോലീസിന് നിർണായകമായ മൊഴി നൽകിയത് എന്നും റിപ്പോർട്ടർ ചാനൽ വിശദമാക്കിയിരുന്നു. മാത്യു കുഴൽനാടൻ MLAക്ക് പണം ബാങ്കിലേക്ക് നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും പണമായി കൈമാറിയാൽ മതി എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുവെന്നും അനന്തു കൃഷ്ണൻ മൊഴി നൽകിയെന്നായിരുന്നു റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്തയുടെ ഉള്ളടക്കം. ഇടുക്കി MLA ഡീൻ കുര്യാക്കോസിന് കൈമാറിയ 45 ലക്ഷം രൂപയിൽ 15 ലക്ഷം തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ബാക്കി 30 ലക്ഷം രൂപ വ്യക്തിപരമായും കൈമാറിയെന്നാണ് മൊഴി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന് 25 ലക്ഷം രൂപ കൈമാറിയെന്നും മൊഴിയിൽ പറയുന്നു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്ക് പണം അയച്ചുവെന്നാണ് മൊഴി. അവിടേക്ക് അയച്ചാൽ മറ്റാരുടെയെങ്കിലും പേരിൽ മാറ്റിയെടുക്കാമെന്ന് CV വർഗീസ് പറഞ്ഞുവെന്നും മൊഴിയിലുണ്ട്. എന്നാൽ അനന്തു കൃഷ്ണനിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണം CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും നിഷേധിച്ചിരിക്കുകയാണ്.
റിപ്പോർട്ടറിന്റെ മോർണിംഗ് ഷോയായ കോഫി വിത്ത് അരുണിൽ സംസാരിക്കവേ ഇരുവരും ആരോപണം നിഷേധിച്ചിരുന്നു. അനന്തു കൃഷ്ണനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം.